റോഡ് റോളർ നന്നാക്കണമെങ്കിൽ രൂപ ഒരുപാട് വേണ്ടി വരും. ജപ്തിക്ക് ശേഷം ഒറ്റ ചെക്കും തരില്ലെന്നാ കമ്മീഷണറുടെ നിലപാട്. പോരാത്തതിന് അവരുടെ വീടിന്റെ മതിലും പൊളിച്ചില്ലേ? അത് നന്നാക്കി കൊടുത്തല്ലോ. ആര്? പെൻഷനായപ്പോ അച്ഛന് കിട്ടിയ കാശ് ആ വഴിക്ക് പോയില്ലേ? ഇനി ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടർ വിചാരിച്ചാലും കോൺട്രാക്ട് പണി തുടരാനൊക്കില്ല. ഏട്ടനോട് ഇതൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിയും ചെയ്യാൻ ഉപദേശിച്ചൂടെ? അത് മാത്രം CP-യുടെ ചെവി കയറില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക. പറഞ്ഞിട്ട് പോണം. ഞാൻ സത്യമായിട്ടാണ് പറയുന്നത്. SI പോസ്റ്റിന്റെ ടെസ്റ്റ് കഴിഞ്ഞു. ഇന്റർവ്യൂവിന് പോകാൻ സത്യം പറഞ്ഞാൽ കൈ കാൽ കാശില്ല. കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? റെക്കമെൻഡ് ചെയ്യാനൊന്നും ആളില്ല. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ. അയ്യോ, ഇത് മോതിരം. അതല്ല, വീട്ടിൽ ഞാനൊരു ശല്യമായല്ലേ? ശല്യമൊക്കെ തന്നെ. തൽക്കാലം കാര്യം നടക്കട്ടെ. അല്ല, വീട്ടിൽ അമ്മയോ മറ്റോ ചോദിച്ചാൽ? 100 കണക്കിന് നുണ പറയാൻ എനിക്കറിയാം. എത്രയും പെട്ടെന്ന് ജോലി കിട്ടാൻ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ആവശ്യത്തിലധികം പ്രശ്നങ്ങളും പ്രാരബ്ധങ്ങളും ഇപ്പൊ തന്നെ ഉണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെ ഒരു പിഴച്ച സന്തതി ഉണ്ടല്ലോ. അവൻ ഓരോ ദിവസം കഴിയും തോറും ഈ കുടുംബത്തിന്റെ പേര് കൂടുതൽ കൂടുതൽ നാറ്റിച്ചോണ്ടിരിക്കുക. അതെല്ലാം കൊണ്ടാ അമ്മാവനോട് ഞങ്ങൾ ഈ കല്യാണം ഉടനെ നടത്തണമെന്ന് പറയുന്നത്. പഠിത്തം കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ. ഓ, അവള് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് ഇപ്പൊ കുടുംബം പുലർത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ ചെറുക്കനാണെങ്കിൽ ദീപയെ ഇഷ്ടമാണ്. ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് എന്നുള്ളത് മാത്രമേ അവൻ ആഗ്രഹമുള്ളൂ. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നമുക്ക് എവിടുന്ന് കിട്ടാൻ അല്ലേ ഒളിയാ? പിന്നെ ആരാ സുധാകരൻ? അവന്റെ ഇന്നത്തെ നിലയ്ക്ക് ഒരു കൊട്ടാരത്തിൽ നിന്നോ ഒരു കോവിലകത്തുനിന്നോ അവനൊരു പെണ്ണ് വേണമെന്ന് വെച്ചാൽ ഒരു പ്രയാസവും ഇല്ല. അറിയാം? അമ്മാവിന് എതിരൊന്നും പറയണ്ട, ഇതങ്ങ് നടക്കട്ടെ. അവളോടും കൂടി ഒന്ന് ചോദിക്കണ്ടേ? ഞങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനല്ലല്ലോ ഞങ്ങളാരും കെട്ടിയത്. വീട്ടുകാർ തീരുമാനിച്ചു, നടത്തി. അവക്ക് വിരോധമൊന്നുമില്ല. ഏതായാലും എന്റെ കയ്യിലൊന്നുമില്ല. നിങ്ങൾ തന്നെ അവളുടെ കാര്യം നോക്കണം. ആ നിലയ്ക്ക് നീ എന്താ തീരുമാനിക്കുന്നു വെച്ചാൽ അത് നടത്തും. എന്നെ പറ്റിയായിരിക്കും ചർച്ച. ഓ, ചർച്ച ചെയ്യാൻ ദിവസവും സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. ദീപയുടെ കല്യാണക്കാരിയാ. ആരാ ചെറുക്കൻ? ദയവ് ചെയ്ത് നീ ഇതിലൊന്നും ഇടപെട്ട് കുളം തോണ്ടരുത്. എന്റെ പെങ്ങളുടെ കല്യാണക്കാരി അറിയാനുള്ള അവകാശം എനിക്കില്ലേ? അറിഞ്ഞിട്ടിപ്പോ എന്തോ ചെയ്യാന്? എന്തോ ചെയ്യണം? അവളുടെ കല്യാണം നടത്തണം. എന്താ, നടത്താമോ? ആ, നോക്കാം. അയ്യോടാ, എടാ, സ്വന്തമായിട്ട് 4 അണ കൈവശം എടുക്കാനില്ലാത്ത നീയാണോടാ കല്യാണം നടത്തുന്നേ? ഉണ്ടായിരുന്നൊക്കെ വിറ്റ് തൊലച്ചില്ലേ? പിന്നെ നീ വിചാരിച്ചാ നടക്കും? നിന്നെ പോലെ വല്ല തെണ്ടിയം കൊണ്ടുവന്ന് കെട്ടിക്കാം. അതാ. അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒന്നുകിൽ ഈ കല്യാണം ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നടത്തും. അതിന്റെ കംപ്ലീറ്റ് ചെലവ് ഞാൻ നോക്കിക്കൊള്ളാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നടത്തുക. പക്ഷേ ഒരു കാര്യത്തിന് എന്നെ കൂട്ടണ്ട. രണ്ടിലൊന്നും എനിക്ക് അറിയണം. അറിഞ്ഞേ പറ്റൂ. ഇത് നിങ്ങളുടെ കുടുംബകാര്യമാണ്. പക്ഷെങ്കിൽ അളിയൻ പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ. എന്തെങ്കിലും നല്ല കാര്യം പറയുമ്പോ ഇടയ്ക്ക് കയറി വരും ശകുനി. എന്താ നിൽക്കുന്നത്? രാവിലെ പോലീസുകാർ പുതിയ കേസുമായി വരുമോടാ? Yes. Sure. I'll come and meet you. Okay. Thank you. May I come in? Yes, come in. CP-ക്ക് ചില സങ്കടങ്ങൾ ബോധിപ്പിക്കാനുണ്ട്. മാഡം ഒരു മുനിസിപ്പൽ കമ്മീഷണർ. ഞാൻ അതേ മുനിസിപ്പാലിറ്റിയിലെ മരാമത്ത് വർക്കുകൾ ചെയ്യുന്ന ഒരു പാവം കോൺട്രാക്ടർ. ഇരുഭാഗത്തും പല പല വീഴ്ചകൾ വരുന്നത് സ്വാഭാവികം. പക്ഷെ ആജീവനാന്തം അതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്കില്ല. എക്സ്ക്യൂസ് മീ. I am busy. ഞാനും ബിസിയാണ്. ജപ്തി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു, ജപ്തി ചെയ്തു. മതിലിടിച്ചത് ഒരിക്കലും മനഃപൂർവ്വം ആയിരുന്നില്ല. എന്നാലും നഷ്ടം പറ്റിയ സ്ഥിതിക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. അത് കൊടുക്കുകയും ചെയ്തു. അല്ലാതെ ഈ പാവം മുനിസിപ്പാലിറ്റിയോട് എനിക്കെന്താണ് ഒരു പക? പകയുണ്ടായാലും ഇവിടെ ഒരു കുഴപ്പമില്ല. ഓ, ശരി ശരി ശരി. കുഴപ്പമുണ്ടെന്നല്ല, പല വർക്കുകളും ഒരു സൗഹൃദ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണമല്ലോ. എനിക്ക് താല്പര്യമില്ല. ഓ, ശരി ശരി ശരി, അതറിയാം ഞാൻ. അതെ, സംഭവം എന്താണെന്ന് വെച്ചാൽ KTK മുക്കിലെ ഒരു കലുങ്ക്, MM റോഡിലെ ഒരു ചാല്. ചെക്ക് മെഷർമെന്റിന്റെ കാര്യമല്ല. സമയമാകുമ്പോ എഞ്ചിനീയർ വന്നോളൂ. ഓ, ശരി ശരി ശരി, അതറിയാം. എന്നാലും ഈ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണമെങ്കിൽ ഈ ചെക്കൊക്കെ ഒന്ന് വേഗം പാസ്സായി കിട്ടിയാൽ.
നിങ്ങൾ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ പറ്റി മുനിസിപ്പൽ കൗൺസിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് കേട്ടു. എന്താണാവോ ആ തീരുമാനം? അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കണം. ചോദിക്കാം. മിസ്റ്റർ നായർക്ക് പോവാം. മുക്കിലെ ഒരു കല്. പ്ലീസ് ഗെറ്റ് ഔട്ട്. ശരി, ഗെറ്റൗട്ടൊക്കെ പറഞ്ഞാലത് സിപ്പി കൊള്ളാം. ചേട്ടന്റെ വൈഫ് സൗദാമിനി ചേച്ചിയോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ ചേച്ചിക്ക് എന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ മാറുകയും ചെയ്തു. തനിക്കൂടെ എന്ത് കാര്യം? ഒന്ന് രണ്ട് സത്യങ്ങൾ ഞാൻ വെളിപ്പെടുത്താം. അതിനുശേഷം ചേട്ടൻ ചൂടാവുകയോ തല്ലിക്കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. കൊല്ലാമെന്ന് താനല്ലേ? എന്റെ നട്ടല്ലൂരി കോലക്കളി കളിക്കുമെന്ന് പറഞ്ഞു താനാണല്ലോ. അയ്യോ, അതൊക്കെ ചുമ്മാ. എന്റെ പൊന്നു ചേട്ടാ, ആ കുമാരൻ ചെയ്ത തെമ്മാടിത്തരത്തെ പറ്റി ഞാൻ അറിഞ്ഞത് വളരെ ലേറ്റ് ആയിട്ടാണ്. പിന്നെ ആ റോഡ് റോളർ കൊണ്ട് മതിലിടിഞ്ഞത് ഞാൻ അറിഞ്ഞു. അതിനുള്ള നഷ്ടപരിഹാരം ഞാൻ തന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചല്ലോ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. തനിക്കിപ്പോ എന്ത് വേണം? എന്റെ സ്ഥിതി വളരെ മോശമാണ്. എന്താ, കാശ് കടം വേണം? അതല്ല, ചേട്ടന്റെ സിസ്റ്ററിന് എന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ ഇതുവരെ മാറിയിട്ടേയില്ല. അതിന് ഞാനെന്ത് വേണം? KTK മുക്കിലെ ഒരു കലുങ്ക്, MM റോഡിലെ 1500 മീറ്റർ പോവുച, കോർട്ട് റോഡിലെ 100 മീറ്റർ കുഴി നികത്തൽ, ഇതെല്ലാം കഴിഞ്ഞതാണ്. എന്നോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ കമ്മീഷണർ ചെക്ക് തരുന്നില്ല. ഞാൻ ആകെ പാപ്പരാണ് ചേട്ടാ. താൻ ആദ്യം വന്നപ്പോ എന്റെ ഭാര്യയോട് എന്താ പറഞ്ഞേ? 30 ലക്ഷത്തിന്റെ ബസ് സ്റ്റാൻഡ്, 60 ലക്ഷത്തിന്റെ ഹൗസിംഗ് കോംപ്ലക്സ്, 10 കോടിയുടെ ആനത്തല. എന്നിട്ട് ഇപ്പൊ എന്തേ ഇത്ര പെട്ടെന്ന് പാപ്പരായോ? അല്ല, ഞാൻ നേരത്തെ പാപ്പരാണ്. അന്നങ്ങനെ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. ചായ. ആഹാ, എന്നെ തെറി പറഞ്ഞവനെ നീ സൽക്കരിക്കാൻ പോകുന്നു. ഇത് കേട്ടോ ചേച്ചി? എന്റെ ഒരു ഗതികേട് ചേട്ടൻ മനസ്സിലാക്കണം. ചേട്ടാ, സിസ്റ്റർ വരുന്നുണ്ട്. എന്റെ ഈ വക കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടില്ല. ചേട്ടനെന്ന് നേരത്തെയാണല്ലോ. ഞാൻ നേരത്തെ ഇങ്ങ് പോന്നു. അങ്ങനെ പറയരുത് പ്ലീസ്, പ്ലീസ്, പ്ലീസ്. സോറി, പ്ലീസ്, പ്ലീസ് ഒന്ന് പറഞ്ഞു. അതെ, അടിയറവ് പറഞ്ഞു വരുന്നവരോട് നമ്മൾ പ്രതികാരം ചെയ്യാൻ പാടില്ല. അയാളുടെ ബില്ലോ ചെക്കോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ശരിയാക്കി കൊടുത്തൂടെ? ചേട്ടാ, ഇത് പ്രതികാരവും ഭീഷണിയും ഒന്നുമല്ല. അയാൾ ഒരു തട്ടിപ്പുകാരനാണെന്ന് ചേട്ടൻ അറിയോ? തട്ടിപ്പുകാരനോ? ഇയാളോ? ഈ കലുങ്ക് റോഡ് എന്നൊക്കെ പറയുന്നതേ ഒക്കെ കള്ളപ്പണിയാ. ഞാൻ മാത്രം വിചാരിച്ച അയാൾക്ക് ചെക്ക് കൊടുക്കാൻ കഴിയില്ല. ഓഫീസിലുള്ളവർ മുഴുവൻ പറയുന്നത് അയാൾ ഒരു കള്ളനാണെന്നാ. ഈ കോൺട്രാക്ട് പണി നടക്കില്ല. എന്തായി ചേട്ടാ? താനിപ്പോ പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഒന്നാമത് അവളുടെ മൂഡ് ശരിയല്ല. മൂഡ് ശരിയായിട്ട് മതി. ചേട്ടൻ രാത്രിയിൽ ഞാൻ ഒന്നും നോക്കട്ടെ. താനിപ്പോ പോ. എന്റെ ഭാവി കാര്യങ്ങൾ ആ ചെക്കിലാണ് ചേട്ടാ. താൻ ചെല്ലടോ. ചേച്ചി, സൗദാമിനി ചേച്ചിയോട് ഈ CP അനിയൻ പോയെന്ന് പറയണം. എന്റെ കാര്യം ഒന്നുകൂടെ. ഓ ചെല്ലേ. അല്ല, ഈ ഗ്ലാസ് താഴെ വെച്ചാണ്. കാര്യം ഒന്നുകൂടെ. കുറെ നേരമായെന്ന് തോന്നുന്നല്ലോ ഇരിപ്പ്. ഇന്ന് ഓഫീസിൽ പോയില്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കാലത്തല്ലാതെ ഇനി ഇന്ന് കാശ് എവിടുന്ന് ഒപ്പിക്കാൻ പറ്റില്ല. അതല്ല, പിന്നെ എന്റെ എല്ലാ അവസ്ഥയും CPക്ക് അറിയാം. കിടപ്പാടം വരെ പണയത്തിലാണ്. എനിക്ക് എന്തെങ്കിലും സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയും ഇല്ല. ഞാൻ നിന്നെ സ്ഥിരമാക്കാം. അയ്യോ, അതല്ല പറഞ്ഞത്. നീ ഒരു പുതുമുഖത്തോടെ സംസാരിക്കുന്ന പോലെയാണല്ലോ എന്നോട് സംസാരിക്കുന്നത്. അർഹതയില്ലാത്ത കാര്യത്തെ പറ്റി ആവുമ്പോൾ സംസാരത്തിന് ഇത്തിരി സ്ട്രെയിൻ ഉണ്ടാവും. അർഹതയില്ലാത്ത കാര്യമോ? പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് സുധാകരനെ കൊണ്ട് CBI കെട്ടിക്കാൻ വീട്ടുകാരെ ആലോചിക്കുകയാണ്. ആ റാസ്കലിനെ കൊണ്ടോ? അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പോലും അറിയാത്ത എന്റെ വീട്ടുകാര്യം നീ എങ്ങനെ അറിഞ്ഞു? അവള് പറഞ്ഞോ? അവിടെ നടക്കുന്നതൊന്നും ഞാൻ അറിയുന്നില്ല. ചേട്ടന്റെ അളിയന്റെയും തോന്നിയാസാണല്ലോ. നീ പേടിക്കണ്ട, ഇതെന്റെ പെങ്ങളുടെ കാര്യമാ. ഇതങ്ങനെ വിടുന്ന പ്രശ്നമില്ല. നമുക്ക് പിന്നെ കാണാം.